ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തയ്ച്ചില്ലേ ഒരു സൽവാർ എന്ന് വെച്ചാൽ നമ്മൾ പാൻറ്റിക്കാണ് പറയുക. എപ്പോഴും അങ്ങനെ വായിൽ വരുള്ളൂ. പണ്ട് നമ്മളിങ്ങനെ ഒരു ടേം ശരിക്കും പറഞ്ഞാൽ സൽവാർ പാൻറ്റാണെന്നുള്ളത് ഈ എടുത്തല്ലായിരുന്നു. അതിന് മുമ്പ് സൽവാർ എന്നുള്ളത് എൻ്റെ മൈൻഡിൽ അങ്ങനെ ഫീഡായി വെച്ചേക്കണത് നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിന് സൽവാർ എന്ന് പറയുന്നതല്ല, സൽവാർ പാൻറ്റാണ്. സൽവാർ കമ്മീസ് എന്ന് പറയുന്ന കമ്മീസിനാണ് നമ്മൾ ടോപ്പ് പറയണത്. ഈ കുർത്തി ഞാൻ അമ്മയുടെ എക്സാക്ട് ഷേപ്പിലാണ് തയ്ച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ മൂപ്പർക്ക് ഷേപ്പ് ഓൾറെഡി സീം അലവൻസിലൊക്കെ ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ല, മൂപ്പർക്ക് ലൂസാക്കണ്ട, സിബ് വെച്ചാൽ മതി. അപ്പോൾ ഇടാൻ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് സിബ് വയ്ക്കാം. അതായത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തയ്ച്ച ഒരു കുർത്തിയിൽ നമുക്ക് സിബ് വയ്ക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ കുർത്തിയുടെ ബാക്ക് സൈഡിലാണ് സിബ് വയ്ക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഇൻവിസിബിൾ സിബാണ്. അപ്പം ഞാനൊരു 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ടു ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അവിടെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ബാലൻസ് സിബിൻ്റെ ലെങ്ത്ത് നമ്മൾ ട്രിം ചെയ്ത് കളയും കേട്ടോ. ഞാൻ സിബിൻ്റെ കൂടെ ഞാൻ ഉള്ളിലോട്ട് മറിച്ചടയ്ക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നീളം അതിനേക്കാളും കൂടുതലുണ്ട്. വീതി ഒരു 2 ഇഞ്ചായിരുന്നു, ഓർമ്മയില്ല. അപ്പോൾ ഇത്രയും നീളം എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാലൻസ് വരുന്നത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും കേട്ടോ. അതുകൂടാണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കി 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാണ് 14 ഇഞ്ചസ് വരെ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു സ്റ്റിച്ച് ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ലൈനിൻ്റെ അപ്പുറപ്പുറമായിട്ട്. അതെന്താ വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ നൂല് പിന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ചുറ്റും കുഞ്ഞിതായിട്ട് നിങ്ങൾക്ക് കാണാനുണ്ടോ? അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ 2 സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നൂല് പിന്നി പോവില്ല. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്യണത് സ്റ്റിച്ചിട്ട് ടോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് താഴെ ഒരു ബുക്ക് വെക്കുകയാണ്, അപ്പുറം ഒന്ന് കട്ടിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കെയർഫുള്ളി കട്ട് ചെയ്യണം. ഇത്രയും ഇരട്ടിപ്പണി ചെയ്യണത് ഇത് ഓൾറെഡി സ്റ്റിച്ചിട്ട് ടോപ്പാണ്. ഇത് ഇൻവിസിബിൾ സിബും കൂടെയാണ്, അതുകൊണ്ടാണ് ഇത്രയും ഇരട്ടിപ്പണി. നോർമലി നമുക്ക് ലൈനിങ്ങിലെ ടോപ്പ് തയ്ക്കുമ്പോഴേ കണ്ടോ, ഈ മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ്ങിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് സിബ് വയ്ക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ വളഞ്ഞ് മുക്ക് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ഈ സിബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ നോർമലി വെക്കണ പോലെ വെക്കണം. അപ്പോൾ നോക്കൂ, ഇത് നമ്മുടെ ക്ലോത്തിൻ്റെ അടിയിലല്ലേ വരണ്ടേ. അപ്പോൾ ക്ലോത്തിൻ്റെ അടിയിൽ വരണ പോലെ വെക്കുക. ഇത് ശരിക്കും ഞാൻ പറഞ്ഞുതരാണ്, നിങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ക്ലോത്തിൻ്റെ അടിയിൽ വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, നമുക്ക് ആ തയ്യൽ തുമ്പ് ഉള്ളിലോട്ടും മടങ്ങിയിരിക്കും കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സിബ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെയാണ് സിബ് അപ്പുറത്തെ സൈഡിലോട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിബ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണണം കേട്ടോ, എനിക്ക് പറഞ്ഞറിയില്ല. അപ്പോൾ നമ്മൾ നേരെ വെക്കുന്നതിനേക്കാളും സിബ് അങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അത് ഞാൻ വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. ഇങ്ങനെ നേരെ വെക്കുക, എന്നിട്ട് ഇത് അങ്ങോട്ട് മറിച്ച് വയ്ക്കുക, ഇപ്പോഴത്തെ സൈഡ് ഇങ്ങോട്ട് മറിച്ച് വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കണ്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തുമ്പോൾ താഴെ ഇങ്ങനെയായിട്ടൊരു ചുളുങ്ങിയിട്ടാണ് ഇരിക്കുക. അതിനുള്ളൊരു കുഞ്ഞ് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. അത് നമുക്ക് ലാസ്റ്റ് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നില്ല, അതുപോലെ തന്നെ വെക്കുക. ഒന്നും കൂടി ഞാൻ വെച്ച് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വന്ന് നിൽക്കുന്നില്ലേ, ഞാൻ ഇത്രയും ലെങ്ത് മുകളിലോട്ടും എടുക്കണില്ല. അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വീണ്ടും ഇങ്ങനെ നോർമലി വെക്കുന്ന പോലെ വെക്കുക. സിബ് മുകളിൽ വെച്ചു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മറിച്ച് വെച്ചിട്ട് ഞാൻ ഈ പിന്നും മൊത്തത്തിൽ പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ബോൾ പിൻസ് എടുത്തിട്ട് നമുക്ക് സത്യം പറഞ്ഞ ഇത്രയും പണിയില്ല. ഞാനിത് നിങ്ങൾക്ക് കണ്ടോ, സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ടോപ്പിൽ ഇത് എങ്ങനെ വെച്ചിട്ടാണെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഫുള്ളി നമ്മളിങ്ങനെ പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളി പിൻ ചെയ്ത് കൊടുത്തു. അത് ഉള്ളിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ അവിടെയും ബുക്ക് വെച്ചിട്ടുണ്ട്, മറ്റേ ക്ലോത്തും കൂടെ വെച്ചിട്ട് പിൻ ചെയ്യാണ്ടിരിക്കാനാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കൺസീലർ സിബ് വെക്കുക, അതായത് ഇൻവിസിബിൾ സിബ് വെക്കുമ്പോൾ ഈ ഡബിൾ ഫൂട്ട് മാറ്റിയിട്ട് നമുക്ക് സിംഗിൾ പ്രഷർ വെക്കണം. അപ്പോൾ സിംഗിൾ പ്രഷർ ഫൂട്ട് വെക്കുകയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, കാരണം ഇത് അടുത്ത് കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡ് മാത്രമുള്ള ഫോട്ടറായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലോത്ത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള സിബുള്ള ഭാഗത്ത് എടുത്തിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റും റൈറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ വെക്കാം. ഇതിപ്പോൾ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേന്നാണ് ഇനി ലെഫ്റ്റ് സൈഡത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഈ സിബൊന്ന് ഇച്ചിരി അകത്തി പിടിച്ചിട്ട് മാക്സിമം നമുക്ക് പറ്റാവുന്നിടത്തോളം അടുത്ത് കൂടെ സിബിൽ സ്റ്റിച്ച് വീഴാണ്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പിന്നൊക്കെ ഒന്ന് ഊരി കൊടുത്തിട്ട് ലെവൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ.
അങ്ങനെ റൈറ്റ് സൈഡിൽ നമ്മൾ എൻഡിലോട്ട് എത്തുമ്പോൾ ആ പിന്നിൻ്റെ അവിടെ, അതായത് അവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. 1/2 ഇഞ്ച് ഗ്യാപ്പിൻ്റെ അവിടെ എത്തിയിട്ട് സ്റ്റിച്ച് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇട്ട് നിർത്തുവാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വെച്ചിട്ട് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതായത് അവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ തന്നെയാണ് സ്റ്റിച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ചത് താഴേന്ന് തിരിച്ച് വെച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സെയിം നമ്മൾ ഈ പിന്നൊക്കെ മാറ്റി വെക്കണം കേട്ടോ. കയ്യിൽ കുത്താൻ പാടില്ല. പിന്നിൽ നമ്മുടെ നീഡിൽ കുത്തിയാൽ നമ്മുടെ നീഡിലും പൊട്ടിപ്പോവും. അപ്പോൾ കെയർഫുള്ളി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ച് കഴിയുമ്പോൾ അവിടെയും നമ്മൾ ബാക്ക് സ്റ്റിച്ച് ലോക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങി താഴെ എത്തിയിട്ട് വീണ്ടും താഴെ നിന്ന് തുടങ്ങി ഇതേ മുകളിലെത്തിയേക്കാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യണം ഈ സ്റ്റിച്ചിങ്. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ട്, ഇത് ബാലൻസ് പുറത്തോട്ട് വന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു കുഞ്ഞ് ഹോളുണ്ട്. ഇനി സിബ് ഇടുമ്പോൾ തന്നെ അത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കൺസീൽഡ് സിബ് ഇരിക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, അപ്പോൾ നമുക്ക് താഴേക്കൂടെ അത് വലിച്ചിട്ട് ഉള്ളിലോട്ട് ആ സിബ് വലിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ഇരിക്കും. ഉള്ളിൽ ഇത് ഇങ്ങനെയും ഇരിക്കും. കണ്ടോ, ആ തേകൽത്തുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് സ്റ്റിച്ചിങ് നിർത്താട്ടോ. ആ താഴെയും കൂടി നടിക്കണം. പക്ഷെ ഞാൻ ഇത് പുറത്തെടുത്തിട്ട് ഇനി ഉള്ളിലോട്ട് ആ സിബിൻ്റെ എല്ലാം വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെയാണ് മറ്റേ നീളനെ നമ്മളെടുത്ത ക്ലോത്ത് ഒന്നും കൂടെ ലൈനിങ് പോലെ വെച്ചടിക്കാൻ പോവാണ്, അത് കവർ ചെയ്യണ പോലെ. അപ്പോൾ നമ്മൾ സിബ് വീണ്ടും തുറന്നിട്ട് തയ്ച്ച് കിട്ടി അതേ പൊസിഷനിലോട്ടാക്കി ഇനി നമ്മൾ ഈ ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചടിച്ച് മറിച്ചടിക്കാൻ പോവാണ്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ സ്റ്റിച്ച് ചെയ്ത സൈഡിൽ നിന്നിട്ട് താഴോട്ട് നേരത്തെ പോലെ തന്നെ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ വീണ്ടും നമ്മുടെ കുർത്തി എടുത്തിട്ട് ഞാൻ സെയിം വീണ്ടും ബുക്കുള്ളിൽ വെക്കുന്നുണ്ട്. പിന്നെ വീണ്ടും പിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിലിപ്പോൾ നമ്മൾ സൈഡൊന്നും നോക്കണ്ട, ഇങ്ങനെ തന്നെ ആ കട്ട് വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. വേറെ അങ്ങോട്ട് മറിച്ച് വയ്ക്കലൊന്നുമില്ല. ഇങ്ങനെ താഴെ തൊട്ട് മുകളിൽ വരെ 2 സൈഡും നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തതിൻ്റെ മുകളിലാണ് ആ ക്ലോത്ത് വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും സിബിൻ്റെ മുകളിൽ കൂടെ പോകണുണ്ടോ ഇല്ലയോ എന്ന്. കാരണം സിബിൻ്റെ അവിടെ ഇച്ചിരി വെഡ്ജ് ചെയ്ത് നിൽക്കണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സിബുമ്പോൾ സ്റ്റിച്ച് വീഴാണ്ട് അതിൻ്റെ ഇപ്പുറത്തു കൂടെ ആയിട്ട് നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്യാണ്. സെയിം ആ സിംഗിൾ ഫുട്ട് കൊണ്ട് ഒരു സൈഡ് തുടങ്ങിയിട്ട് താഴെത്തുമ്പോൾ അറേഞ്ചിൻ്റെ അവിടെ വെച്ച് നിർത്തി ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് പിന്നെ താഴെ നിന്ന് മുകളിലോട്ടും ആ അറേഞ്ച് താഴെ ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ വന്ന് ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കണ്ടോ, ഈ 2 എൻഡും താഴെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ബാലൻസ് ആയിട്ട്. അപ്പോൾ അതിൽ സിബ് ഈ കാണുന്ന പോലെ ആ കുട്ടി ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നേരത്തെ വലിച്ചെടുത്ത പോലെ തന്നെ നമ്മൾ താഴോട്ട് വലിച്ചെടുക്കണം. പക്ഷേ ഈ ബാലൻസ് ആയിട്ട് വരുന്ന ഈ ക്ലോത്ത് നമ്മൾ ഉള്ളിലോട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ളിലോട്ട് മറിച്ചടിക്കുമ്പോൾ നമുക്കൊന്ന് സിബ് ഇങ്ങനെ മറിച്ച് വെച്ചിട്ടൊന്ന് ഇട്ട് നോക്കാം. അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. ഉള്ളിൽ കണ്ടോ, ഉൾഭാഗം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് സ്റ്റിച്ചോ ഹെമ്മോ ചെയ്ത് കൊടുക്കണം. താഴെ ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്ന സിബ് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ക്ലോത്ത് നമുക്ക് നല്ലോണം ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാം. ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് ബാലൻസിലോട്ട് കട്ട് ചെയ്തിട്ട് ഇനി സിബിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഹോള് നമ്മളൊന്ന് ഈ ലൈൻ കാണുന്ന പോലെ ചെരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ നടു മടക്കിയിട്ട് ഇങ്ങനെ സിംഗിൾ ഫുട്ടറിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് നടു മടക്കിയിട്ട് ആ മടക്ക് മാത്രം ലെഫ്റ്റ് സൈഡിലോട്ടാക്കിയിട്ട് ബാക്കി എല്ലാ സിബും ആ തയ്യൽത്തുമ്പും അഡീഷണൽ ലൈനിങ് ഒക്കെ നമ്മൾ നീക്കി പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ ഒന്ന് ചിരിച്ച് ആ ഹോള് കവറാവുന്ന വരെ താഴോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ചിങ് നിർത്തിയില്ല, ആ സ്റ്റിച്ചിങ് തൊട്ട് താഴെ ഹോള് കാണുന്ന വരെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് നേരത്തെ സിബിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം സ്റ്റിച്ചായിട്ട് കഴിഞ്ഞു കേട്ടോ. താഴത്തെ നമ്മൾ മടക്കി അടിച്ചു, ആ ഹോളും നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പം ഇങ്ങനെ ഉൾഭാഗം ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് തുന്നി കൊടുക്കണമായിരിക്കും വൃത്തി. അല്ലെങ്കിൽ മടിയന്മാർക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം. അപ്പോൾ ബാക്കിൽ നല്ല വശത്ത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ സിബ് തുറന്നു കഴിഞ്ഞാൽ ഉൾവശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഇരട്ടിപ്പണിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ലൈനിങ് ഇല്ലാണ്ട് വെക്കാം. ഉള്ളിലോട്ട് നേരത്തെ കണ്ടില്ല സിബ് മാത്രം വെക്കുക. എന്നിട്ട് ഇപ്പോൾ സൈഡ് ഹോൾ അടച്ച പോലെ അടയ്ക്കാം. അപ്പോൾ ഗായ്സ് അത്രയുള്ള വീഡിയോ കഴിഞ്ഞു. വെളിച്ചൊക്കെ പോയി, ഇരുട്ടായി. പിന്നെ എന്തോ പറയാനുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തുന്നാൻ മടിയായതുകൊണ്ട് നമുക്ക് ഞാൻ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി എൻ്റെ അനിയൻ മുണ്ടെടുത്ത് എടാ കബോർഡ് നടക്കിയോ, ആ ഭസ്മൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ, കൊള്ളാം. ഓക്കെ,
ഓക്കെ 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 ആ കബോർഡ് നടക്കുകയോ പ്ലീസ്. എടാ വാ അത് നടക്കേ. ഇപ്പൊ കോർത്തോട്ട് തരാ. ക്ലോസ് ദ ഡോർ. അപ്പം ഞാൻ നോക്കൂ ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തുണ്ടോ. ലൈക്ക് എനിക്ക് മടിയാ തുന്നാൻ. അപ്പോൾ ഉള്ളിലതേ നല്ല നീറ്റായിട്ട് പിരിക്കുന്നുണ്ട്. ഉള്ളിലതേ ഇങ്ങനെയുണ്ട്. നമുക്ക് ആ സിബ് അറ്റാച്ച് ചെയ്തില്ലേ അവിടെ കൊണ്ട് നിർത്താം. ആ സിബ് അറ്റാച്ച് ചെയ്ത് ഞാൻ ലാസ്റ്റ് കാണിച്ചിരിക്കണേ കോർണറോട് ആ ഉള്ളിലുള്ള ഭാഗം മാത്രം ക്ലോസ് ചെയ്യണത് അതോടുകൂടെ നിർത്താവുന്നതേ ഉള്ളൂ. ഞാൻ ചുമ്മാ എന്താണ് വേറൊരു പീസും കൂടെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ നിൽക്കൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാലേ എനിക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോ കണ്ടാലേ എനിക്ക് വ്യൂസ് കയറുള്ളൂ. പ്ലീസ്. അപ്പോൾ ചേട്ടാ